സുപ്രഭാതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചൊന്നതാരൻ്റെ കൺമണി എന്ന കവിതയാണ് പഠിച്ചത്. അതാരാണ് എഴുതിയിട്ടുള്ളത്? ചെമ്മനം ചാക്കോ എന്ന കവിയുടെ ഒരു കവിതയായിരുന്നു അല്ലേ. നല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയായിരുന്നു. അപ്പോൾ കവിത എല്ലാം കേട്ട് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഒരു കഥ കേൾക്കാം. കഥ കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കഥ ആരുടെ കഥയാണെന്നറിയോ? ബീർബലിൻ്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബീർബൽ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ കേട്ടിട്ട് ചെറുപ്പത്തിൽ ലൈബ്രറിയിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ബീർബൽ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നല്ല നല്ല കഥകൾ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ബീർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ബീർബൽ മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ബീർബൽ. 9 പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ. അതിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബീർബൽ. ബീർബലിനെ ചക്രവർത്തിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ബീർബലിൻ്റെ ബുദ്ധിശക്തി, നർമ്മബോധം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് ബീർബൽ എപ്പോഴും ഈ ചക്രവർത്തി വളരെയധികം രസിപ്പിക്കും. അതുകൊണ്ട് ബീർബലിനെ വളരെയധികം ഇഷ്ടമായിരുന്നു ചക്രവർത്തിക്ക്. ഇത് കാരണം കൊട്ടാരത്തിലെ മറ്റുള്ള ആളുകൾക്കൊക്കെ ബീർബലിനോട് അസൂയ ഉണ്ടായിരുന്നു. ചക്രവർത്തിക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു ബീർബലിനോട്. എങ്ങനെയെങ്കിലും ബീർബലിനെ താഴ്ത്തി കെട്ടണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ബീർബലിൻ്റെ അടുത്ത് ബീർബലിൻ്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ അതൊന്നും നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ല. ബീർബൽ അത് അവരുടെ എന്തെങ്കിലും ബീർബലിനെ വിഡ്ഢിയാക്കാൻ അവർ ശ്രമിച്ചാൽ അത് അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് വരും. അതുകൊണ്ട് ആരും ബീർബലിനെ പറ്റിക്കാനോ വിഡ്ഢിയാക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ബീർബലിൻ്റെ ശരിക്കുള്ള ബീർബലിൻ്റെ പേരെന്താണെന്നറിയോ? ബീർബൽ എന്നല്ല ശരിക്കുള്ള പേര്, മഹേഷ് ദാസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. തന്നെ 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തുന്നത്. അവിടെ അദ്ദേഹത്തിന് മന്ത്രിയാവുന്നത് 30ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ കവിതകൾ, ലഘു കവിതകളൊക്കെ അദ്ദേഹം എഴുതാറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയാണ് ഏറ്റവും നമുക്ക് എടുത്ത് പറയത്തക്ക അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഗുണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വളരെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിശക്തി തന്നെയാണ്. 1586 അഫ്ഗാനികളായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് ഈ ബീർബൽ കൊല്ലപ്പെടുന്നത്. മനസ്സിലാകും. അപ്പോൾ ഇതാണ് ബീർബലിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ള പാഠം ഏതാണെന്ന് വിചാരിച്ചാൽ പാഠം 6. ചൊന്നതാരൻ്റെ കൺമണി എത്രാമത്തെയായിരുന്നു? 5ാമത്തെ പാഠമായിരുന്നു, പദ്യമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് നമുക്കിനി പഠിക്കാനുള്ളത് 6ാമത്തെ പാഠമാണ്. അല്ല, 5ാമത്തെ അല്ല. എത്രാമത്തെ പാഠമായിരുന്നു ചൊന്നതാരൻ്റെ കൺമണി? 3ാമത്തെ പാഠമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് 6ാമത്തെ പാഠമാണ് ബീർബലിൻ്റെ ന്യായം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കണം കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവരും ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ നിവർത്തി വെച്ച് പെൻസിലെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ ഒപ്പം വിരൽ വെച്ച് അല്ലെങ്കിൽ പെൻസിൽ വെച്ച് ഇങ്ങനെ വായിച്ച് നോക്കി ഇങ്ങനെ പോകണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വായിക്കാനും ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഞാൻ തുടങ്ങി വയ്ക്കാം. നല്ലൊരു കഥയാണ് കേട്ടോ, ബീർബലിൻ്റെ ന്യായം. നോക്കിക്കോ. ഒരിക്കൽ 2 സ്ത്രീകൾ ഒരു കുഞ്ഞിനെ ചൊല്ലി വഴക്കായി അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. ഒരു ദിവസം അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എന്നും ഓരോ പരാതികളായിട്ട് പലരും വരും. അന്നത്തെ ആ ദിവസം 2 സ്ത്രീകളാണ് പരാതിയുമായിട്ട് വന്നത്. പരാതി എന്താണെന്നറിയോ? ഒരു കുഞ്ഞിനെ ചൊല്ലിയിട്ടായിരുന്നു പരാതി. എന്തായിരുന്നു പരാതി? നോക്കിക്കോളൂ. കുഞ്ഞ് എൻ്റേതാണ്, ആദ്യത്തെ സ്ത്രീ പറഞ്ഞു. അവൾ നുണ പറയുകയാണ്. കുഞ്ഞിനെ പ്രസവിച്ചത് ഈ ഞാനാണ്. ഇതാണ് അവർ തമ്മിലുള്ള വഴക്ക്. കുഞ്ഞിനെ ചൊല്ലിയിട്ടാണല്ലോ വഴക്കിട്ടത്. എന്ത് പറയട്ടാ, ഇതെൻ്റെ കുഞ്ഞാന്ന് ആദ്യത്തെ സ്ത്രീ പറഞ്ഞു. 2ാമത്തെ സ്ത്രീ എന്താ പറഞ്ഞത്? അല്ലല്ല, ഇത് അവളുടെ കുഞ്ഞല്ല, ഈ കുഞ്ഞ് എൻ്റെയാണ്, ഈ കുഞ്ഞിനെ ഞാനാ പ്രസവിച്ചത് എന്ന് 2ാമത്തെ സ്ത്രീയും പറഞ്ഞു. ആരുടെ കുഞ്ഞെന്ന് എങ്ങനെ നിശ്ചയിക്കും? ആർക്കാർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. 2 സ്ത്രീകളും പറയട്ടെ എൻ്റെ കുഞ്ഞാന്ന്. പക്ഷെ ആരുടെയാണ് കറക്റ്റായിട്ട് എങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കും, ഉറപ്പാക്കാൻ സാധിക്കും? ചക്രവർത്തി ബീർബലിനോട് വിധി പറയാൻ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള വളരെ വിഷമകരമായ സന്ദർഭങ്ങളുണ്ടല്ലോ, അതായത് വിധി പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്ങനെ പറയാന്നുള്ള അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അക്ബർ ചക്രവർത്തി ആരെയെ വിളിക്കുക? ബീർബലിനെ വിളിക്കുക. ബീർബൽ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും. ചക്രവർത്തിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അക്ബർ ചക്രവർത്തി ഉടനെ ബീർബലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനൊരു വിധി പറയൂ, നിശ്ചയിക്കൂ വേഗം എന്ന് പറയാൻ കൽപ്പിച്ചു.
പറഞ്ഞു. ബീർബൽ തൻ്റെ വാളെടുത്ത് ആദ്യത്തെ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞിനെ വേണമെന്നല്ലേ പറയുന്നത്? എങ്കിൽ ഇവനെ പപ്പാതിയായി വീതിക്കുക. അവനെ വാൾ കൊണ്ട് 2ആയി വെട്ടിമുറിക്കുക. ഉടനെ ബീർബൽ എന്ത് ചെയ്തെന്നറിയോ? ഒരു തൻ്റെ വാളെടുത്തിട്ട് ആദ്യത്തെ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ഈ കുഞ്ഞിനെ വേണമെന്നല്ലേ പറയുന്നത്? ഈ വാളോണ്ട് ഈ കുഞ്ഞിനെ എങ്കിലും ഇവന് പപ്പാതിയായിട്ട് വീതിക്കൂ. പപ്പാതി എന്ന് പറഞ്ഞാൽ എന്താ? നേർ പകുതിയായിട്ട് കുഞ്ഞിനെ കണ്ട് വീതിച്ചോളൂ. എന്നിട്ട് അവനെ വാൾ കൊണ്ട് 2ആയി വെട്ടിമുറിക്കൂ എന്ന് പറഞ്ഞു. ആദ്യത്തെ സ്ത്രീയുടെ കയ്യിൽ വാൾ കൊടുത്തിട്ട് എന്താ പറഞ്ഞേ? ഈ വാളുകൊണ്ട് നിങ്ങൾ 2 പേർക്കും ഈ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കുഞ്ഞിനെ തരാൻ സാധിക്കുക? നിങ്ങൾ ഈ വാളെടുത്തിട്ട് 2ആയിട്ട് കുഞ്ഞിനെ നേർ പകുതിയായിട്ട് പപ്പാതി നേർ പകുതിയായിട്ട് വെട്ടിമുറിക്കൂ. ഇതുവരെ ഞാൻ ഇന്ന് എടുക്കണുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നോട്ട്സൊക്കെ ശ്രദ്ധിച്ച് എഴുതണം എല്ലാവരും. പിന്നെ ടെസ്റ്റ് പേപ്പറും എഴുതണം. നല്ലൊരു ബീർബലിൻ്റെ കഥ യൂട്യൂബിൽ മാം ഇട്ട് തരാം, കണ്ടോളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.